നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖാലിദ് സഖാഫി ഉസ്താദ് അവരുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وقال نبينا محمد صلى الله عليه وسلم شيبتني سورة هود. وقال النبي صلى الله عليه وسلم استقيموا ولا تطغوا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് ലിയാഖത്ത് അലി പൂക്കോയ തങ്ങൾ പാപ്പ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, കാരണവന്മാർ, സഹോദര സഹോദരിമാരെ, സുദീർഘമായ പ്രഭാഷണത്തിൻ്റെ ഒരവസരമല്ല. ഒരുപാട് ഉസ്താദുമാർ നമുക്ക് മുന്നിൽ സംസാരിക്കാനുണ്ട്. ഈ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന ഒരു ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കലിമത്തുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തും. അല്ലാഹു തആല നല്ലത് പറയുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളായ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏത് ജീവികളെ എടുത്തു നോക്കിയാലും അവരുടെ മുഖവും ഏറ്റവും ബഹുമാനമുള്ള അവയവ മുഖമാണല്ലോ. ആ മുഖം നിലത്തുകുത്തിയിട്ട് നിലത്തേക്ക് താഴ്ത്തിയിട്ടാണ് നടക്കാറുള്ളത്. അതേസമയത്ത് മനുഷ്യനെ അല്ലാഹു തആല അവൻ്റെ മുഖവും അവൻ്റെ തലയുമെല്ലാം നേർക്ക് നേരെ മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ടാണ് അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടിച്ചത്. അത്രയും ഉന്നതമായ നിലക്ക് മനുഷ്യനെ നേർക്ക് നിവർന്നു നിൽക്കാൻ അല്ലാഹു തആല ആ ഭാഗത്തിൽ സൃഷ്ടിച്ച മനുഷ്യനോട് അല്ലാഹു ജല്ല ജലാലുഹുവിൻ്റെ കൽപ്പന, നിന്റെ ശരീരം
നിന്റെ മുഖം എല്ലാം നിലത്തുകുത്തിയിട്ട് എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു ജല്ല ജലാലുഹു നമ്മോട് കൽപ്പിച്ചത് മനുഷ്യന്റെ ഏറ്റവും വലിയ താഴ്മ, പരമമായ താഴ്മ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുമ്പോൾ മനുഷ്യൻ കാണിക്കണമെന്നുള്ളതാണ്. ഇബാദത്തിലൂടെയാണ് മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുക. അങ്ങനെ അടുത്തിട്ടുള്ള ധാരാളം മഹാന്മാരെയാണ് നാം നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ആ ദിക്ർ മജ്ലിസിൽ നിന്ന് ഒരുപാട് ആളുകളെ പേരുകൾ പറഞ്ഞ് ഫാത്തിഹ ഓതിയത് നമുക്കറിയാം. ഈ മജ്ലിസ് തന്നെ അതിൽപ്പെട്ടൊരു വലിയ മഹാന്റെ പേരിലുള്ളതാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളെന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയായ മദീനയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മഹാനായ അജ്മീർ ഖാജയുടെ നാമധേയത്തിലാണ് ഈ മജ്ലിസ് തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ ധാരാളം ഇബാദത്തുകൾ അനിവാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്കും അള്ളാഹുവിലേക്ക് പെട്ടെന്ന് തന്നെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സവിധമല്ല അള്ളാഹുവിന്റെ ഹളറത്ത്. അള്ളാഹു തആലയിലേക്ക് മനുഷ്യന് ധാരാളം ഇബാദത്തിലൂടെയാണ് അവനിലേക്ക് അള്ളാഹുലേക്ക് മനുഷ്യൻ ലയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വളരെ കൂടുതലായി നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ധാരാളം നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നു, നബിയെ, എനിക്ക് അങ്ങയെ വലിയ ഇഷ്ടമാണ്, അങ്ങയെ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കണം, അങ്ങയുടെ കൂടെ എനിക്ക് ഇവിടെ ദുനിയാവിൽ ജീവിക്കുന്നത് പോലെ ആഖിറത്തിലും ജീവിക്കണം. മാത്രമല്ല, അങ്ങ് അമ്പിയാക്കന്മാരെക്കാൾ ഏറ്റവും ഉന്നതമായ പദവിയിലാണുള്ളത്. അങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് നൽകുക. മഖാം മഹ്മൂദ്, വസീലത്ത്, ഫളീലത്ത് എന്ന് പറയുന്ന വലിയ സ്ഥാനം അങ്ങക്ക് അല്ലാഹു തആല നൽകും. ആ സമയത്ത് ഈ ഭൂമിയിൽ അങ്ങയുടെ മുഖം കണ്ട് ജീവിച്ച് സന്തോഷിച്ച എനിക്ക് അങ്ങയെ കാണാൻ തന്നെ പറ്റിക്കൊള്ളണമെന്നില്ല. അതിനേക്കാളും വലിയ സ്ഥാനത്തായിരിക്കുമല്ലോ തങ്ങളുണ്ടാവുക. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷ പറയാനുണ്ട് നബിയെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളൊരപേക്ഷ നബിയെ, തങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് മുറാഫഖതക ഫിൽ ജന്ന, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു സീറ്റ് തരണം, അങ്ങയുടെ കൂടെ എനിക്കും സ്വർഗത്തിൽ ഒരു സീറ്റ് തരണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടി, മോനെ, അതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്, അതൊന്നും എന്നോട് ചോദിക്കേണ്ടതല്ല എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. ആ സീറ്റ് നിനക്ക് തരാം, പക്ഷേ അതിനൊരു ഡിമാൻഡ് ഉണ്ട്. ഫഅഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത്, മോനെ, നിനക്ക് ഞാൻ ആ സീറ്റ് തരാം, പക്ഷെ അതിനൊരു ഡിമാൻഡ് ഉണ്ട്. ഫഅഇന്നി അലാ ദാലിക്, അത് തരാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിക്കണേ. സുജൂദ് എന്നതൊരു നിസ്കാരത്തിൽ തന്നെ ഒരൊറ്റ റക്അത്തിൽ 2 എണ്ണം ഉണ്ടാകും. 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാള് 8ഓളം വരുന്ന സുജൂദുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നത്, ഒരുപാട് സുന്നത്തുകൾ നിങ്ങൾ നിസ്കരിക്കണേ, അമലുകൾ ധാരാളം വർദ്ധിപ്പിക്കണേ. എന്നാൽ നിനക്ക് എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കയറാനുള്ള അവസരം ഞാൻ നിനക്ക് തരാം എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ വാപ്പ മിനിസ്റ്ററായാൽ, നമ്മളെ വാപ്പ കേരളത്തിൻ്റെ ഒരു മന്ത്രിയായി എന്ന് നമ്മളൊക്കെ ഒന്ന് സങ്കല്പിക്കുക. നമ്മളെ വാപ്പ മന്ത്രിയായി, നമ്മളൊന്നും SSLC പോലും പോയിട്ടില്ല. ആ SSLC പോലും പോകാത്ത നമ്മളെ വാപ്പ മന്ത്രിയായാൽ, ആ വാപ്പ കൊണ്ട് വിചാരിച്ചാൽ നമ്മളെ കളക്ടറാക്കാൻ പറ്റുമോ? ആ വാപ്പ വിചാരിച്ചാൽ നമ്മളെ കളക്ടറാക്കാൻ പറ്റുമോ? പറ്റൂല. കളക്ടർ ആവണമെങ്കിൽ IAS പാസ്സാവണം. IAS പാസ്സാണെങ്കിൽ SSLCയും +2 അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിഗ്രിയൊക്കെ പാസ്സായി ഉന്നതമായ വിദ്യാഭ്യാസമാണ് IAS. അത് പാസ്സായാലല്ലേ കളക്ടറാകാൻ പറ്റുക. അത് പാസ്സായാൽ നമ്മളെ വാപ്പ മന്ത്രിയാണെങ്കിൽ
ആ വാപ്പ വിചാരിച്ചാൽ കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നമുക്ക് ചാൻസ് കിട്ടിയേക്കാം. യോഗ്യതയാണ് വേണ്ടത്. IAS എന്ന യോഗ്യത കിട്ടിയാൽ അയാൾ ഒരു ജില്ലയുടെ കലക്ടറാക്കാൻ വാപ്പ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ വിചാരിച്ചാൽ അയാളെ സാധിച്ചേക്കാം. അതേ സമയത്ത് SSLC പോലും എഴുതാത്ത ഒരാളെ കലക്ടറാക്കണമെന്ന് ആര് വിചാരിച്ചാലും അതിൻ്റെ നിയമമനുസരിച്ച് നടക്കില്ല. ഇതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ മറുപടി ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, നീ എൻ്റെ കൂടെ സ്വർഗത്തിൽ വരണോ അതിനുള്ള യോഗ്യത നീ ഉണ്ടാക്കണം. എന്താണ് യോഗ്യത? ധാരാളം നിസ്കരിക്കലാണ്, ഒരുപാട് സുന്നത്തുകൾ നിർവഹിക്കലാണ്. അങ്ങനെ നിർവഹിച്ചാൽ, ഒരുപാട് ഇബാദത്ത് വർദ്ധിപ്പിച്ചാൽ നിനക്ക് സ്വർഗം വാങ്ങിത്തരാമെന്ന്, നിനക്ക് സ്വർഗം ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുന്നു, ശയ്യബത്നി സൂറത്തു ഹൂദ്. സ്വഹാബ, എൻ്റെ ശരീരത്തിൽ ആ താടി രോമങ്ങൾ നരച്ചിരിക്കുന്നു, തലയിലെ രോമങ്ങൾ നരച്ചിരിക്കുന്നു. എൻ്റെ താടി നരക്കാൻ, എൻ്റെ തല നരക്കാൻ കാരണമായത് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തായ സൂറത്തു ഹൂദാണ്. സൂറത്തു ഹൂദാണ് എൻ്റെ താടി നരപ്പിച്ചത്, എൻ്റെ തല നരപ്പിച്ചത്. നമ്മൾ ഖുർആൻ പരിശുദ്ധ റമദാനിലേ വരുന്നത്. ധാരാളം ഖുർആൻ ഓതേണ്ട മാസമാണ്, ഖുർആനിൻ്റെ വാർഷികമായ മാസമാണ്. ഒരുപാട് ഖുർആൻ ഓതിയിട്ട് ഖത്മുകൾ തീർക്കേണ്ട മാസമല്ലേ ഖുർആൻ, റമദാനു ഷരീഫ്. അതുപോലെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ് ശഅബാൻ മാസം. അതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനാണ്. ആ നബി തങ്ങളിലേക്ക് അടുത്താലല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിലേക്ക് അടുത്താലല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടുകയില്ല. അതുകൊണ്ട് നബി തങ്ങളിലേക്ക് അടുക്കലാണ് പരിശുദ്ധമായ ശഅബാനിലൂടെ, സ്വലാത്തിലൂടെ നമ്മൾ കരസ്ഥമാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ കൊണ്ടോ റമദാൻ മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കലാണ്. അള്ളാഹുവിൻ്റെ വചനമായ ഖുർആൻ പാരായണം ചെയ്ത് അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കലാണ് പരിശുദ്ധമായ റമദാനിലൂടെ നമ്മൾ കരസ്ഥമാക്കേണ്ടത്. ആ ഖുർആൻ എത്ര ഖത്മാണ് നമ്മൾ ഓതി തീർത്തത്, എന്നിട്ട് എന്തേ നമ്മുടെ ഒരു രോമവും നരക്കാത്തത്? എന്തേ തലയിലെ ഒരു മുടിയും നരക്കാത്തത്? എന്തേ താടിയിൽ ഒരു രോമവും നരക്കാത്തത്? ശരീരത്തിൽ രോമമുള്ള ഭാഗങ്ങൾ എത്രയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? ഒരു രോമവും ഖുർആൻ ഓതിയിട്ട് ഇന്നോളം നരച്ചു എന്ന് പറയാൻ എനിക്കാകുമോ? നിങ്ങൾക്കാകുമോ? നമ്മൾക്കാർക്കെങ്കിലും ആകുമോ? അതേ സമയത്ത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ശയ്യബത്നി സൂറത്തു ഹൂദ്. എൻ്റെ ശരീരത്തിലെ രോമങ്ങള്, എൻ്റെ തലയിലെ രോമങ്ങള്, എൻ്റെ താടിയിലെ രോമങ്ങള് അതെല്ലാം നരക്കാനുള്ള കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് നബിതങ്ങൾ വഫാത്താകുന്ന സമയത്ത് 14ഓളം രോമങ്ങൾ നരച്ചിട്ടുണ്ട്. ആ രോമങ്ങൾ നരക്കാനുള്ള കാരണം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഹൂദാണ്. എന്താണ് അങ്ങനെ നരക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ, അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ പ്രസവിച്ചത് മുതൽ വഫാത്തിന്റെ സമയം വരെ ഒരു തെറ്റ് നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടില്ല, ഒരു കറാഹത്ത് വന്നിട്ടില്ല. പോട്ടെ, ഹലാലായ കാര്യങ്ങൾ തന്നെ ആഖിറത്തിലോ ദുനിയാവിലോ ഗുണമില്ലാത്ത ഒരു വിഷയവും നബി തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. പിന്നെയല്ലേ തെറ്റുകൾ, കറാഹത്തും ഹറാമും അവിടെ നിൽക്കട്ടെ. ഹലാലായ കാര്യങ്ങളിൽ ദുനിയാവിലോ ആഖിറത്തിലോ നേട്ടമില്ലാത്ത
അതിൻ്റെ പേരാണ് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞത് ഫുദൂലെന്ന്. അത്തരത്തിലുള്ളൊരു ഫുദൂല് പോലും നബിതങ്ങളെ ശരീരത്തിൽ നിന്നോ നബിതങ്ങളെ വാക്കിലോ പ്രവൃത്തിയിലോ വന്നിട്ടില്ല. അങ്ങനത്തെ നബിതങ്ങളെന്നാകെ നരച്ചിട്ട് ബേജാറാകുന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, സൂറത്ത് ഹൂദിൽ ഏത് ആയത്തിറങ്ങിയപ്പോഴാണ് തങ്ങൾക്ക് നിര വന്നത്? ആ സമയത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്തത്, വഇന്ന കുല്ലല്ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും. തീർച്ചയായും എല്ലാവർക്കും ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും, ഓരോരുത്തരും ചെയ്തതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലങ്ങൾ പരിപൂർണമായി അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ. നമ്മൾ ചെയ്ത നിസ്കാരത്തിന്റെ പ്രതിഫലം അതിനനുസരിച്ച് അല്ല തന്നാൽ വല്ല പ്രതിഫലവും നമുക്കതിന് ലഭിക്കാനുണ്ടോ? കാരണം നിസ്കാരത്തിന് വേണ്ടി കയ്യങ്ങ് കെട്ടിയിട്ട് റബ്ബിന്റെ മുന്നിൽ നിന്നാൽ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണ് വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്? അള്ളാന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട നിസ്കാരത്തില് ഒരൊറ്റ സെക്കൻഡ് നമുക്ക് നമ്മുടെ ചിന്താഗതി റബ്ബിലേക്ക് ലയിപ്പിച്ച് നിർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ നബിതങ്ങൾ പറഞ്ഞത്, വഇന്ന കുല്ലല്ലമ്മാ, എല്ലാ മനുഷ്യന്മാർക്കും ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും, ഓരോരുത്തരും ചെയ്തിട്ടുള്ള അമലുകൾ എന്തൊക്കെയാണോ ആ അമലിന്റെ കൃത്യമായ പ്രതിഫലം ഓരോരുത്തർക്കും അല്ലാഹു തആല ഒന്നും ഇടവിട്ടു പോകാതെ, ഒന്നും അധികമില്ലാതെ, ഒന്നും കുറക്കാതെ കൃത്യമായി അല്ലാഹു തആല തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാനും നിങ്ങളുമൊക്കെ നിസ്കരിക്കാൻ നിന്നാൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു കണക്കനുസരിച്ച് തരാൻ വിചാരിച്ചാൽ എത്രമാത്രം പ്രതിഫലമുണ്ടാകും? എന്റെയും നിങ്ങളുടെയും ദിക്റുകൾ ചൊല്ലുമ്പോൾ ആ ദിക്റിന്റെ കൃത്യമായ പ്രതിഫലം തരാൻ അല്ലാഹു തആല കണക്ക് നോക്കിയാൽ എത്രമാത്രം അതിന് കണക്കുണ്ടാകും? വല്ലതും നമുക്ക് ലഭിക്കാനുണ്ടാകുമോ? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പലതും ചിന്തിച്ചിട്ടല്ലേ ഖുർആൻ ഓതാനുള്ളത്, പലതും ആലോചിച്ചിട്ടല്ലേ ഖുർആൻ ഓതുന്നത്. ദിക്ർ ചൊല്ലുമ്പോൾ ഞാൻ ചൊല്ലുന്നത് ദിക്റാണ്, എൻ്റെ റബ്ബിൻ്റെ നാമമാണ്, എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുകയാണ് എന്ന് ചിന്തിച്ചൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചൊല്ലാൻ നമുക്ക് സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലിയ പ്രതിഫലം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ വാക്കോ, ഇന്നഹു ബിമാ യഅമലൂന ഖബീർ. ഏത് മനുഷ്യന്മാരായാലും അവർ എന്തൊക്കെ പ്രവർത്തിച്ചാലും ആ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു തആല. അല്ലാഹ്ക്ക് ഒരാളെയും നമ്മളെപ്പറ്റി പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മൾ എന്താണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ചെയ്ത അമലുകൾ എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണ്, എത്രമാത്രം അതിന് കഴമ്പുണ്ട് എന്ന് എല്ലാം അളന്ന് തൂക്കി നോക്കാൻ ആ റബ്ബിന് ഒരാളുടെയും സഹായമില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വമൻ നൂഖിശ ഫഖദ് ഹലക. ഒരു മനുഷ്യനെ കൃത്യമായി ഓരോന്ന് വിചാരണ ചെയ്താൽ ഫഖദ് ഹലക, അവൻ നശിച്ചുപോയി, അവൻ അവിടെ തന്നെ നരകത്തിലേക്ക് പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മിനയിൽ വെച്ച് പറഞ്ഞൊരു ഹദീസ് കാണാം, ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. റമദാനല്ലേ നമുക്ക് മുന്നിൽ വരുന്നത്. പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ പഴയ കാലത്ത് നമ്മളെ വീടുകളിൽ ടിവിയുടെ കേബിളുകളൊക്കെ അഴിച്ചു വെച്ച് എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി ഖുർആൻ സദാസമയങ്ങളും പാരായണം ചെയ്ത് നല്ല ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഓതി നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാ പെട്ടികളങ്ങ് മാറ്റിവെക്കുന്നൊരു കാലമുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇന്ന് റമദാനിൽ ടിവിന്റെ കേബിൾ കഴിച്ചു വെക്കുന്ന വീട് എത്ര ഉണ്ടാകും? വാർത്ത കേൾക്കണമെന്ന പേരിൽ റമദാനിലും ടി വി ചാലുവല്ലേ?
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ വെച്ച് പറഞ്ഞൊരൊറ്റ ഹദീസ്, അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, പരിശുദ്ധമായ മഹ്ശറയിൽ ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരുമിച്ച് കൂടുന്ന കൂട്ടത്തിൽ ഒരാളുണ്ട് വരുന്നു. അയാൾക്ക് ധാരാളം ദിക്റുകളും സ്വലാത്തുകളും നിസ്കാരങ്ങളും മറ്റു അമലുകളുമുണ്ട്. അയാളെ അമലുകളൊക്കെ തൂക്കിയിട്ട് റെഡിയായി നിൽക്കുമ്പോൾ മലക്കുകളോട് റബ്ബിന്റെ കൽപ്പനയാണ്, ഓ മലക്കുകളെ, ആ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയൂ. ആ സമയത്ത് മലക്കുകളെ കൈകാലുകൾ കെട്ടിയിട്ട് അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. അമ്പിയാക്കളോട് മുഴുവനും അയാൾ സഹായം തേടുന്നു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ആ സമയത്തല്ലേ പുന്നാര നബിതങ്ങൾ ആ വഴിയെ ഒന്ന് യാത്ര ചെയ്യുന്നു. നിങ്ങൾ കാണുന്നില്ലേ ഈ വലിയ സദസ്സിന്റെ നായകന് ബഹുമാനപ്പെട്ട ലിയാഖത്തലി പൂക്കോയത്തങ്ങൾ ഉപ്പാപ്പ, അള്ളാഹു അവിടത്തേക്ക് ദറജ വർദ്ധിപ്പിക്കട്ടെ, അവിടത്തേക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ തങ്ങളുപ്പാപ്പ ഓരോ മുക്കിലും മൂലയിൽ ഇങ്ങനെ നടന്നിട്ട് ഓരോന്നും വീക്ഷിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ മഹ്ശറയിലെ ഓരോ ഘട്ടങ്ങളും വീക്ഷിക്കാൻ അള്ളാന്റെ ഹബീബ് നടക്കുമ്പോൾ തുലാസിന്റെ അടുത്ത് നബിതങ്ങൾ എത്തുമ്പോ ഒരു ചെറുപ്പക്കാരൻ നബിതങ്ങളെ കണ്ടപ്പോഴേക്ക് വിളിച്ചു പറയുന്നു, അൽ മുസ്തഗാസു യാ റസൂലല്ലാഹ്, നബിയേ, എന്നെ സഹായിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല, അങ്ങല്ലാതെ മറ്റാരുമില്ല. അന്താ മുൻജീനാ ഗദാ. നമ്മളൊക്കെ മങ്കൂസ് മൗലിദ് ഓതാറില്ലേ? നബിയെ, തങ്ങളാണ് നമ്മളെ വിജയി രക്ഷപ്പെടുത്തുന്ന ആള് മഹ്ശറയിൽ. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു നബിതങ്ങളോട്, അൽ മുസ്തഗാസു യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് രക്ഷിക്കണേ നബിയേ, ഇവിടെ അങ്ങക്കല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, ആരെയും രക്ഷിക്കാനുള്ള അധികാരം ഇന്ന് അങ്ങേക്കാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നേക്കു നബിയേ. അള്ളാന്റെ ഹബീബ് മലക്കുകളോട് ഇടപെടുന്നു, മലക്കുകളോട് ചോദിക്കുന്നു, ഇയാളെ രക്ഷപ്പെടുത്താൻ വല്ല മാർഗവുമുണ്ടോ? ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, നബിയേ, ഈ വിഷയത്തിൽ തങ്ങൾ ഇടപെടണ്ട. കാരണം എന്തെന്നറിയോ? ഇന്നലഹു ലഖസ്മൻ ശദീദാ, അയാൾക്ക് വലിയ ശത്രുയുണ്ട്, അയാളെ ശത്രു വലിയ കേമനാണ്, വലിയ അധികാരമുള്ളയാളാണ്. അയാളെ ശത്രു വലിയ അധികാരമുള്ള ആളാണ്, അയാളെ ശത്രുവിനെ നേരിടാൻ പ്രയാസാണ്. ആ സമയത്ത് നബിതങ്ങൾ ചോദിച്ചു, ആരാപ്പ എത്ര വലിയ ശത്രു, ആരാപ്പ എത്ര വലിയ ശത്രു? ആ സമയത്തല്ലേ മലക്കുകൾ പറഞ്ഞത്, നബിയെ, അയാളുടെ ശത്രു പരിശുദ്ധ റമദാനാണ്. റമദാൻ മാസം ശത്രുവായി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ, എനിക്കിടപെടാൻ പറ്റൂല, കാരണം നിന്റെ ഓരോ പ്രവർത്തനത്തിനും എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ദിവസമല്ലേ പരിശുദ്ധ റമദാൻ. ആ റമദാനിനെ നീ മാനിച്ചില്ല, അതിനെ നീ ബഹുമാനിച്ചില്ല, അതിനെ നീ ധിക്കരിച്ചു കളഞ്ഞു, നിസ്സാരപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു നിലക്കും ഇടപെടാൻ എനിക്ക് ഓർഡറില്ലാത്ത വിഷയത്തിന് ഞാൻ ഇടപെടില്ല. അങ്ങനെയാണ് മഹാന്മാരൊക്കെ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. മുഹീദ്യമാലിൽ എങ്ങനെയല്ലേ നമ്മൾ പാടിയത്? എല്ലാ മഹാന്മാരുടെയും സ്വഭാവം അതാണ്. അള്ളാഹുവിന്റെ അനുവാദമുണ്ടെങ്കിലേ അവർ ഓർഡറിടൂ, അപ്പോഴേ അവരതിനിടപെടൂ. അള്ളാഹുവിന്റെ റസൂല് ഇടപെടാതെ മാറി നിൽക്കുന്നു, അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധമായ സൂറത്ത് ഹൂദിലെ ആ ആയത്ത് നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ഓരോ അമലുകളും കൃത്യമായി വ്യക്തമായി വളരെ കൃത്യമായി അതിൻ്റെ പ്രതിഫലം നിങ്ങൾ
നമുക്ക് അല്ലാഹു തരുന്നതാണ്. കാരണം ഇന്നഹു ബിമാ യഅമലൂന ഖബീർ. ആ റബ്ബ് തആല നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ എന്തൊക്കെയാണോ, അതിന്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണോ, അതിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണോ, അതിൽ വന്ന പോരായ്മകൾ എന്തൊക്കെയാണോ, അതിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയ അലംഭാവങ്ങൾ എന്തൊക്കെയാണോ, അതെല്ലാം റബ്ബ് കൃത്യമായി അറിയുന്നവനാണ്. അത് റബ്ബിലേക്ക് ഒരാളുടെയും പരിഭാഷകന്റെ ആവശ്യമില്ല. റബ്ബ് തആലാക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ഒരാളെയും ആവശ്യമില്ല. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിക്കുന്നത്, അതുകൊണ്ട് ഫസ്തഖിം കമാ ഉമിർത വമൻ മഅക വമൻ താബ മഅക. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളൊന്ന് നേരായി ജീവിക്കണേ. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളൊന്ന് നേരായി ജീവിക്കണേ. ഇന്നത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് വാർത്ത നിങ്ങൾ പത്രത്തിലെടുത്ത് നോക്ക്. ഏത് വാർത്ത എടുത്താലും എവിടെ എന്ത് സംഭവിച്ചാലും ഒരു മുസ്ലിമിന്റെ പേരില്ലാത്തൊരു വാർത്ത കാണുമോ? എവിടെ എന്ത് സംഭവിച്ചാലും, ഏത് പീഡനം നടന്നാലും, ഏത് കൊലപാതകം നടന്നാലും, ഏത് വേണ്ടാത്തരം നടന്നാലും അതിലൊരു മുസ്ലിം മെമ്പർ ഇല്ലാത്തൊരു സംഭവം പറയുമോ? പത്രമാധ്യമങ്ങളിലൂടെയുണ്ടോ? വാട്സപ്പിലുണ്ടോ? അങ്ങനെയുള്ള മീഡിയ ചാനലുകളിലുണ്ടോ? ഏതെടുത്ത് പരിശോധിച്ചാലും ഒരു മുസ്ലിം മെമ്പർ ഇല്ലാത്ത ഒരു വേണ്ടാത്തരങ്ങളും ഇന്ന് നമുക്ക് ദുനിയാവിൽ കാണാൻ സാധിക്കുന്നില്ല. ഖുർആൻ പറയുന്നു, ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് എങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിങ്ങൾ നേരായി ജീവിക്കണം. ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാം വരച്ചു കാണിച്ചിട്ടുണ്ട്. ഏത് മുസ്ലിമിന്റെ ജീവിതത്തിലാണ് അവന്റെ ജീവിതത്തിൽ ഇസ്ലാം പറഞ്ഞതുപോലൊരു ജീവിതമുള്ളത്? നാവ് കൊണ്ട് എല്ലാരെയും ആക്രമിക്കുന്നു, കൈ കൊണ്ട് ആക്രമിക്കുന്നു, ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് ആക്രമിക്കുന്നു, പേന കൊണ്ട് ആക്രമിക്കുന്നു, ചിന്ത കൊണ്ട് ആക്രമിക്കുന്നു. എവിടെയാണ് മറ്റൊരാളെ വേദനിപ്പിക്കാത്ത മുസ്ലിം ഉള്ളത്? എവിടെയാണ് മറ്റൊരാളെ വേദനിപ്പിക്കാത്ത മുസ്ലിം ഉള്ളത്? എല്ലാ മേഖലയിലും ഇന്ന് ഇസ്ലാമിന്റെ പേരിലുള്ള മുസ്ലിങ്ങൾ നല്ല നല്ല പേരാണ്, പക്ഷേ ജീവിതത്തിൽ ഇസ്ലാമില്ല. അവനന്റെ ജീവിതത്തിൽ ഇസ്ലാമില്ല, നടത്തത്തിൽ ഇസ്ലാമില്ല, നൃത്തത്തിൽ ഇസ്ലാമില്ല, ജീവിതത്തിൽ ഒന്നിലും ഇസ്ലാമില്ല. പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു ചൊല്ലാൻ പറ്റുന്ന പേരല്ലേ? ചൊല്ലാൻ പറ്റുന്ന പേരല്ലേ? അടുത്ത ദിവസം ഞാൻ എൻ്റെ പള്ളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന പണിക്കാരോട് പരിചയപ്പെട്ടപ്പം ബംഗാളിലുള്ളൊരു പണിക്കാരനാണ്. അവനോട് ചോദിച്ചെൻ്റെ പേരെന്താണ്? ആളെ പേര് പറയുമ്പോൾ ഞാൻ റളിയല്ലാഹു അൻഹു ചൊല്ലോട് സംശയിച്ചു പോയി. കാരണം പേര് ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഉസ്താദായ ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങൾക്ക് അന്നത്തെ ആലിമീങ്ങളുടെ പേരല്ലേ ഷെയ്ഖുൽ ഇസ്ലാം. അവൻ്റെ പേര് ഷെയ്ഖുൽ ഇസ്ലാമാണ്. പക്ഷേ വായയിൽ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കൈകൊണ്ട് വരുതിയിട്ട് ചുണ്ടിങ്ങനെ പിടിച്ചിട്ട് ഒന്നാകെ നടക്കുന്നു. ഇതല്ലേ ഇന്നത്തെ മുസ്ലിം? അത് വെക്കാത്ത മുസ്ലിം ആരാണുള്ളത്? അത് ചെയ്യാത്ത മുസ്ലിം ആരാണുള്ളത്? ഇങ്ങനെ ഹറാമുകൾ ജീവിതത്തിൽ ധാരാളം ചെയ്യുന്ന മുസ്ലിം, ഇസ്ലാം എന്താണെന്ന് അറിയാത്ത മുസ്ലിം. അതേ സമയത്തോ ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കേണ്ടത് മദ്രസയിലാണ്. ഉമ്മമാർക്ക് കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ നേരമില്ല. അവർ 7ാം ക്ലാസ് 8ാം ക്ലാസ് എത്തുമ്പോഴേക്ക് ട്യൂഷനാണ്. അതിൻ്റെ പേരിൽ രാവിലെ നേരത്തെ കുട്ടികളെ മദ്രസയിൽ നിന്ന് പിൻവലിക്കുന്നു, എന്നിട്ട് ട്യൂഷനിലേക്ക് വിടുന്നു. ആ കുട്ടി 10ാം ക്ലാസ്സും പ്ലസ് 2 കഴിയുമ്പോൾ ഇസ്ലാമിനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ല. അതേ സമയത്ത് ഭൗതികമായി വല്ലതും പഠിച്ചോ? അതും പഠിച്ചില്ല. രണ്ടും പഠിക്കാതെ അവനവന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു. ഇനി കുറെ ആളുകൾ, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അവർ ഭൗതികപരമായി ധാരാളം പഠിക്കുന്നു. അതേ സമയത്ത് ശരിക്കൊന്ന് മൂത്രമൊഴിച്ചാൽ കഴുകൽ എങ്ങനെ എന്നറിയുന്ന എത്ര മുസ്ലിം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാലോചിച്ചു നോക്കൂ.
മൂത്രമൊഴിച്ചാൽ എങ്ങനെ കഴുകണം, കാഷ്ടിച്ചാൽ എങ്ങനെ കഴുകണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലേ? അങ്ങനെയുള്ള ഫിഖഹിന്റെ കിതാബിൽ മുഴുവനും രേഖപ്പെടുത്തിയിട്ടില്ലേ? അങ്ങനെ കഴുകാൻ അറിയുന്നൊരു മുസ്ലിം ഇന്ന് എവിടെയാണ്? കുറെ വെള്ളം അങ്ങോട്ട് അടിച്ചു കയറ്റിയിട്ട് കഴുകലല്ലാതെ ഈ നിലക്ക് പണ്ഡിതന്മാർ എഴുതി വെച്ച നിലക്ക് ഒന്ന് കഴുകാൻ പോലും കൃത്യമായി അറിയാത്ത ധാരാളം മുസ്ലിങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ ഒരു ഉത്തരേന്ത്യ പോലെ നിസ്കരിക്കാൻ അറിയാത്ത, നിസ്കാരത്തിന്റെ ഫർളുകൾ അറിയാത്ത, നിസ്കാരത്തിന്റെ ഷർത്തുകൾ അറിയാത്ത, ഉളു നേരാവണ്ണം ചെയ്യാൻ അറിയാത്ത ധാരാളം മുസ്ലിങ്ങൾ നിറയുന്നൊരു സംസ്ഥാനമായി നമ്മുടെ കേരളം അതിവിദൂരമല്ലാത്ത ഭാവിയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളാതിൻ്റെ ഏറ്റവും വലിയ കടിഞ്ഞാണുള്ളവർ, നിങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ളവർ. നമ്മളെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകണം. ഫസ്തഖിം കമാ ഉമിർത. നബിയെ, തങ്ങൾ ജീവിക്കേണ്ടത് തങ്ങളോട് എങ്ങനെ ജീവിക്കാനാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ തങ്ങൾ ജീവിക്കണം. വമൻ താബ മഅക. തങ്ങൾ മാത്രം ജീവിച്ചാ പോരാ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ പ്രായമുള്ള ആളുകളുണ്ട്. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്, ഒരുപാട് നിസ്കരിക്കുന്നവരാണ്, ധാരാളം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അതേ സമയത്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാരോ വലിയ അപകടത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഉപ്പാ, കാരണവന്മാരെ, നിങ്ങൾ നേരായത് കൊണ്ട് മാത്രം പോരാ. ഖുർആനല്ലേ പറഞ്ഞത്, വമൻ താബ മഅക. നിങ്ങളെ കൂടെ ആരൊക്കെയുണ്ടോ ഇസ്ലാമിന്റെ മെമ്പറായുള്ളത് അവനവന്റെ വീട്ടിലുള്ള ആളുകളെ നോക്കേണ്ടത് വീട്ടുകാരന്റെ ഉത്തരവാദിത്വമാണ്, ബാപ്പയുടെ ഉത്തരവാദിത്വമാണ്. മക്കൾ എങ്ങനെ നടക്കണമെന്ന് ചിന്തിക്കേണ്ടത് ഉമ്മയുടെ ഉത്തരവാദിത്വമാണ്. അവനവന്റെ പെൺമക്കൾ എങ്ങനെ നടക്കണമെന്ന് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് വമൻ താബ മഅക. നിങ്ങളെ കൂടെ തൗബ ചെയ്ത് ഇസ്ലാമിന്റെ മെമ്പറായി നടക്കുന്ന ഏതൊരാളുണ്ടോ അതേ ആളുകളും നന്നായി ജീവിക്കേണ്ടത് നിങ്ങൾ ഉറപ്പുവരുത്തണേ. എന്നിട്ട് ഖുർആൻ പറഞ്ഞ അവസാനത്തെ ഒരു വാക്കുണ്ട്, വലാ തത്ഗൗ. നിങ്ങളാരും ഭൂമിയിൽ അനാവശ്യമായ പരിധി വിട്ട് കടന്നു പോകരുത് കേട്ടോ. കല്യാണത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ പരിധി വിട്ട് കടന്നു പോകരുത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സുന്നത്താണ് വിവാഹം നടക്കൽ. അജ്മീർ ഖാജയുടെ ചരിത്രം ഇവിടെ പറയാനുണ്ടല്ലോ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അജ്മീർ എന്ന് പറയുന്ന സ്ഥലങ്ങൾ മുഴുവനും ഫതഹായി. അവിടെ നിന്ന് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂല് വന്നിട്ട് 53-ാമത്തെ വയസ്സിൽ, ഖാജ തങ്ങൾ 53-ാമത്തെ വയസ്സിൽ സ്വപ്നത്തിലൂടെ പറയുന്നുണ്ട്, മോനെ, ഏൽപ്പിച്ചിട്ടുള്ള സംഗതികൾ മുഴുവനും പൂർത്തിയാക്കി വിജയിച്ചിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ ഒരു സുന്നത്ത് കൂടെ ബാക്കിയുണ്ടല്ലോ, ആ സുന്നത്തൊന്ന് എടുക്കണ്ടേ എന്ന് പറയുമ്പോഴാണ് ഖാജാത്തുങ്ങൾ വിവാഹം ചെയ്യുന്നത്. ആ ചരിത്രമൊക്കെ നമുക്ക് ധാരാളം കാണാം, കേൾക്കാം. അതിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. ആ സുന്നത്തായ വിവാഹം ഇന്ന് നടക്കുന്നതോ, സുബ്ഹാനല്ലാഹ്, മിഠായി കൊടുക്കുന്നത് തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിക്കാഹ് നടക്കുന്നത് വരെ എത്രമാത്രം ഹറാമുകൾ നിറഞ്ഞതാണ്, എത്രമാത്രം വൃത്തികെട്ടതാണ്. സുന്നത്തുകൾ മുഴുവനും കൊണ്ടുപോയി ഒരു ഹറാമിലേക്ക് ലയിപ്പിക്കുകയാണ്. ഇന്നത്തെ വിവാഹത്തിന് പോലും പോയി നന്നായി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നു. കാരണം എന്തേ? അവിടുത്തെ അടുത്ത വീട്ടിലെ മുതലാളി 2 ഐറ്റം ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അതുപോലെ ഭക്ഷണം വേണം. അതിന് കാശില്ലാത്തവന് അവനവൻ്റെ വീടിൻ്റെ ആധാരം ബാങ്കിൽ പണയം വെച്ച് ഹറാമിൻ്റെ പലിശ എടുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു നാട്ടുകാർക്ക്. തങ്ങന്മാരതിന് പോയി കഴിക്കാൻ പറ്റുമോ? ആലിമീങ്ങൾ പോയി ഭക്ഷിക്കാൻ പറ്റുമോ? മുത്താലിമീങ്ങൾ പോയി ഭക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ പള്ളിയിൽ നിന്ന് ഇബാദത്തുമായി ദീനുമായി ശുഗലാകുന്ന നല്ല നല്ല ഉസ്താദുമാരെ വരെ വിളിച്ചിട്ട് ഹറാം തീറ്റിക്കുന്നു അല്ലേ? ഒരു സുന്നത്തിന്റെ പേരിൽ ഹറാം അങ്ങോട്ട് വർദ്ധിപ്പിക്കുന്നു. ഏത് മേഖല എടുത്തു നോക്കിയാലും
ഹറാമുകൾ സജീവമായി വരുന്നു. വലാ തത്ഗൗ, നിങ്ങൾ പരിധി വിട്ട് കിടക്കരുത്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. നാടായ നാടുകൾ നോക്കി നിങ്ങൾ, എവിടെയും ഹറാമുകൾ ഇങ്ങനെ പെറ്റുപെരുകയാണ്. അത് ഹറാമാണെന്നൊരു പേടിയില്ല. നല്ല ഉമ്മയുണ്ട്, പഴയ കാലത്ത് നടന്നു പോകുമ്പോൾ അവർ മക്കനിട്ടിട്ടുണ്ടാകും, അതിന്റെ മേലെ വലിയൊരു തട്ടിട്ടുണ്ടാകും. ആ തട്ടം കൊണ്ട് ഇങ്ങനെ പുതച്ച് കാലുവരെ മൂടുന്നൊരു വലിയ വെള്ളത്തട്ടമിട്ട് പോകുന്ന എത്ര വല്യമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് ഇന്നത്തെ 15, 16, 17, 18, 20 വയസ്സ് പോകുന്ന ചെറുപ്പക്കാരികൾ പോകുന്നത് കണ്ടാൽ ലോഡെടുക്കാൻ പോകുന്ന ST-ക്കാരെ പോലെ, CIT-ക്കാരെ പോലെ അവരവരുടെ തോളിലൊരു തട്ടമുണ്ടാകും. ആ തട്ടം എവിടേക്കാണ് ഉൾക്കൊള്ളേണ്ടത്, എവിടെയാണ് അത് ഉൾക്കൊള്ളേണ്ടതെന്ന് കാണുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ഇത് ആരെ മകനാണ്, ആരെ മകളാണ്, ഇത് അബൂബക്കർ മകളാണോ അതല്ല വേറെ വല്ലവന്റെയും മകളാണോ എന്ന് കാണുന്നവർക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ ലോഡെടുക്കാൻ പോകുന്ന CIT-ക്കാരെ പോലെ, ST-ക്കാരെ പോലെ അങ്ങനെയല്ലേ ഇന്ന് പോകുന്നത്. അതേ സമയത്ത് അവളെ കൂടെ പോകുന്ന 45, 50 വയസ്സായ ഉമ്മയുണ്ട്, പർദ്ദ ഇട്ടിരിക്കുന്നു, മുക്കന കെട്ടിയിരിക്കുന്നു. വലിയ കഷ്ടം അതല്ല. ചില ഉമ്മമാരുണ്ട്, അവർ മുഖമൊന്നാകെ മറച്ചിട്ടുണ്ട്, നിഖാബിട്ടിട്ടുണ്ട്. ആ വയസ്സായ ഉമ്മ നിഖാബിട്ട് നടക്കുന്നു. ആ ഉമ്മാന്റെ കൂടെ 22 വയസ്സായ മകള് പോകുന്നത് ഒന്നും ധരിക്കാതെയാണ്, മാറുമറക്കിച്ചിട്ടില്ല. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്താണ്. ഇങ്ങനെ പരിധി വിട്ട് ജീവിക്കുന്ന മനുഷ്യരായി ഇന്നത്തെ മുസ്ലിങ്ങള് അതപ്പതിച്ചു പോയപ്പോ ആ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടോ, അള്ളാഹുവിന്റെ സഹായമുണ്ടോ, അള്ളാഹുവിന്റെ കാവലുണ്ടോ? പരിശുദ്ധ കഅബ പൊളിക്കാമെന്നപ്പോ അബ്ദുൽ മുത്തലിബിന്റെ ഒരു വാചകമുണ്ട്. എന്തേ വാചകം? എൻ്റെ ആടിനെ ഞാൻ സംരക്ഷിക്കും, കഅബ റബ്ബിൻ്റെതാണ്, അത് അവൻ സംരക്ഷിച്ചോട്ടെ, ഞാനും എൻ്റെ ആടുമായി ഇതാ പോകുന്നു. ഉഹദ് മലയുടെ അപ്പുറത്തേക്ക് ആടിനെയും തൊളിച്ചിട്ട്, അല്ലെങ്കിൽ ജബൽ ഖുബൈസിന്റെ അപ്പുറത്തേക്ക് ആടിനെയും തൊളിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് തടിയെടുക്കുന്നു. ആ അബ്ദുൽ മുത്തലിബിന്റെ ചിന്ത പോലും ഇന്നത്തെ മുസ്ലിമിനില്ലാതെ പോകുന്നു. അള്ളാഹുവിന്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുസ്ലിമായി വളരുന്നു. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വലാ തത്ഗൗ, നിങ്ങൾ പരിധി വിട്ട് ജീവിക്കരുത്, നിങ്ങൾ ഹറാമായ നിലക്ക് ജീവിക്കരുത്. നമ്മളെല്ലാവരും ഇവിടെ എല്ലാ ആഴ്ചയിലും കൂടുന്നവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ അടുത്ത് നമ്മൾ വരുന്നവരാണ്. രാവിലെ വരുന്നവരുണ്ട്, അതിരാവിലെ തിരിച്ചു പോകുന്നവരുണ്ട്. ഒരു ദിവസം മുഴുവനും 24 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്നവരുണ്ട്. ഉച്ചക്ക് വന്നിട്ട് പിറ്റേന്ന് രാത്രി വളരെ നട്ടപ്പാതിര വരെ ആ തങ്ങളുപ്പാപ്പയൊന്ന് കാണാൻ നമ്മൾ കാത്തു നിൽക്കുന്നവരാണ്. എന്തിനാണത്? നമ്മളെ രോഗശമനത്തിന് വേണ്ടി, നമ്മളെ മാനസികമായ പ്രയാസങ്ങൾക്ക് വേണ്ടി, നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ വേണ്ടി നമ്മൾ എങ്ങനെയല്ലേ നിൽക്കുന്നത്? ആ നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ രോഗങ്ങൾ മാറണം, പ്രയാസങ്ങൾ നീങ്ങണം. അതിൻ്റെ എല്ലാം പുറമെ എനിക്കൊന്ന് നന്നാകണം, എൻ്റെ ആഖിറം നന്നാകണം, എൻ്റെ ഖൽബൊന്ന് ശുദ്ധിയാവണം, എനിക്കൊന്ന് നന്നാവണം തങ്ങളുപ്പാ. ഞാൻ അല്ലാഹുവിൻ്റെ മുന്നിൽ വളരെ തെറ്റുകാരനാണ്, എനിക്കൊന്ന് നല്ല നിലക്ക് ജീവിക്കണം, അതിന് തങ്ങളുപ്പൊന്ന് ദുആഇർക്കണം എന്ന് പറയാൻ ഏതെങ്കിലും ഒരാൾ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട്, സിഹറുണ്ട്, അതുപോലെയുള്ള രോഗങ്ങളുണ്ട്, ശൈത്വാനിയത്തുണ്ട്. അതിനെല്ലാം ചികിത്സ വേണം. അതിനെല്ലാം ചികിത്സിച്ച് നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് അല്ലാഹു ഇനിയും കഴിവും ശക്തിയും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. അതിൻ്റെ പുറമെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ, ഒരുപാട് മഹാന്മാരെ കണ്ടാളല്ലേ, നമ്മളെക്കാൾ എത്രയോ മഹാന്മാരെ കണ്ടാളല്ലേ, നമ്മളെക്കാൾ വയസ്സ് കുറയില്ലേ, ഒരുപാട് സ്വാലിഹീങ്ങളുമായി ഇടപഴകിയാളല്ലേ. ആ നിലയ്ക്ക് എന്തെങ്കിലും ഒരു അസർ അവിടെ ഇത്തേക്കില്ലാതിരിക്കുമോ? എന്തേ പറഞ്ഞുകൂടാ? എനിക്കൊന്ന് നന്നാവണം,
എനിക്ക് നന്നാവണമെന്ന് ദ്വാരക്കണം. എൻ്റെ ദോഷങ്ങൾ പുറത്തു കിട്ടണം, അതിന് നിങ്ങളൊന്ന് ദ്വാരക്കണം. എനിക്ക് 2 റക്അത്ത് മരിക്കണം മുമ്പ് നന്നായി ഒന്ന് നിസ്കരിക്കണം, അതിന് നിങ്ങളൊന്ന് ദ്വാരക്കണം. എന്തേ നമ്മളെ മനസ്സിൽ എന്നത് വരാത്തത്? അതിനല്ലേ നമ്മളിവിടെ വരുന്നത്, അതിനാവണ്ടേ നമ്മളെ വരവ്, അതിനല്ലേ നമ്മളിവിടെ ഒരുമിച്ച് കൂടേണ്ടത്. ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ച് ഒരുപാട് നേരം ഇവിടെ ചെലവഴിച്ച് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ടത്, ഞാൻ ഇനി തങ്ങളുപ്പാനെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ള ദുനിയാവിൻ്റെ പ്രശ്നങ്ങൾക്ക് പുറമേ എനിക്ക് ആഖിറം രക്ഷപ്പെടണം, എനിക്ക് അല്ലാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടണം, എനിക്ക് എൻ്റെ ഹബീബ് എന്നെ ഒന്ന് ഇഷ്ടപ്പെടണം. അതിനുവേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം. തങ്ങളുപ്പാനോട് അങ്ങനെ ഒരു വാക്ക് പറയാൻ എന്തേ നമ്മളെ മനസ്സനുവദിക്കാത്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വഹാബി നബിതങ്ങളോട് പറഞ്ഞത്. ആ സ്വഹാബത്ത് എന്തേ അങ്ങനെ ആയത്? അവർക്ക് വലുത് ദുനിയാവല്ല, അവർക്ക് വലുത് ആഖിറമാണ്. അതുകൊണ്ടാണ് അവർ വിജയിച്ചു പോയത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നത് അറിയുന്നവനാണെന്നാണ്. ഇപ്പൊ പറയുന്നതോ, ഈ ആയത്തിൽ പറയുന്നതോ ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു തആല സദാ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ആ റബ്ബ് നമ്മളെ മനസ്സ് കാണുന്നുണ്ട്, ആ റബ്ബ് നമ്മളെ ശരീരം കാണുന്നുണ്ട്, ആ റബ്ബ് നമ്മളെ വാക്കുകളും പ്രവൃത്തികളും കാണുന്നുണ്ട്, നമ്മളെ ചലന നിശ്ചലനങ്ങൾ മുഴുവനും ആ റബ്ബ് അല്ലാഹു തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന റബ്ബിന്റെ മുന്നിലേക്കല്ലേ നമുക്ക് പോകേണ്ടത്. അവിടെ ഉണ്ടോ നമുക്ക് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുക? അവിടെ ഉണ്ടോ നമുക്ക് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുക? ഇല്ല, ഇല്ല. ആ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണമെങ്കിൽ നല്ല തെളിഞ്ഞ ഹൃദയം വേണം. ആ തെളിഞ്ഞ ഹൃദയമില്ലാതെ എവിടെ കയറി ചെന്നാലും ആ റബ്ബ് തആല നമ്മളെ സ്വീകരിക്കില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഖാജാ തങ്ങളുടെ എല്ലാവിധ ബറക്കത്തും മദദും അല്ലാഹു നമുക്കും നമ്മളെ കുടുംബങ്ങളിലും മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ സകലമാന എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളിലും അല്ലാഹു നൽകട്ടെ. ഈ സദസ്സ് ഇനിയും അല്ലാഹു തആല അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ എല്ലാ സംരംഭങ്ങളും അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.